സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് സെലിബ്രിറ്റികളെക്കാളും അല്ലെങ്കിൽ സെലിബ്രിറ്റികളെക്കാളും ഒരുപടി വേണമെങ്കിൽ പറയാം ചിലവരൊക്കെ ഭയങ്കര ആരാധകരുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ ജോബ് പ്രൊഫൈലിൻ്റെ തന്നെ സെനാരിയോ അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെ മാറ്റിമറിച്ചവർ എല്ലാവരും. അതിനകത്ത് പലരും നമുക്കറിയാവുന്നവരെല്ലാവരും തൊട്ടടുത്ത വീട്ടിലെ നമുക്കറിയാത്ത പയ്യന്മാർ പോലും ലോകം അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ആയിരിക്കാം മേ ബി. പക്ഷെ ആ ഇൻഫ്ലുവൻസേഴ്സ് ജനങ്ങളെ പണത്തിന് വേണ്ടി ചതിച്ചാലോ? പണി കിട്ടും. അതെ, പണി കിട്ടി. അറിയാമായിരുന്നോ പൗർണമി? അറിഞ്ഞു. ഒബ്വിയസ്ലി അത് കുറേ അധികം നാളുകളായിട്ട് ഇങ്ങനെയുള്ള വീഡിയോ, അതായത് മറ്റൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം പ്രൊമോഷന്റെ ഭാഗമായി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, അവരുടെ പേജുകളുണ്ട്. ആ പേജുകളിലൂടെ ഒരു പ്രൊമോഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ആളുകളിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു ഗെയിം ആണെങ്കിലും എന്തിനാണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന ഉദ്ദേശത്തോടെ ഇവരെ സമീപിക്കുന്നു, ഇവർ പണം വാങ്ങുന്നു, ഇവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ആളുകൾ അത് സ്വീകരിക്കുന്നു. പലരും ഈ വ്യക്തികളുടെ വ്ലോഗിനെ അല്ലെങ്കിൽ ഇവരുടെ സംസാര ശൈലി, ഇവരുടെ രീതികളെ ഇഷ്ടപ്പെടുന്നവരാവുന്നത് കൊണ്ട് തന്നെ ഇവരെ വിശ്വസിക്കുന്നു, അതിന് പിന്നാലെ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവർക്ക്, അതായത് ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പേഴ്സണലി നല്ല ബെനിഫിറ്റ് ആണ്. കാരണം അവർ കാശ് വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർ അതിൻ്റെ കൂടെ ഒരു ഡയലോഗ് കൂടെ അടിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്ര അധികം കാശുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപ ഉണ്ടാക്കുന്നത് ഈ ഗെയിം കളിച്ചാണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് 100% വിശ്വസിക്കാം എന്ന് പറഞ്ഞാണ് ഇവർ ആളുകളിലേക്ക് ഈ ഒരു വിവരം എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാവങ്ങളായ ജനങ്ങൾ ഇവരെ വിശ്വസിക്കുന്നു. അതിൻ്റെ പുറത്ത് 10 രൂപയെങ്കിൽ 10 രൂപ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാവും, ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 രൂപ ഇട്ട് കഴിയുമ്പോൾ 100 രൂപ ഇടാൻ പറയുന്നു, 500 രൂപ ഇടാൻ പറയുന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഈ ഒരു രീതി, അല്ലെങ്കിൽ റമ്മി കളിക്കൂ, ഇങ്ങനെയുള്ള ഗെയിംസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഇതിന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവരെന്തിനാണ്, ഇവർക്ക് ഓൾറെഡി നല്ല വ്യൂവേഴ്സ് ഉണ്ട്, ഇവരുടെ കണ്ടന്റിന് നല്ല റീച്ച് ഉണ്ട്, പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ഇവർ ചെയ്യുന്നതെന്ന് പലരും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമുകളുടെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഞാൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഒരു സംഭവം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകൾ പൂട്ടിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു അറിവാണ്. അത് എന്തുകൊണ്ടും നന്നായി എന്ന അഭിപ്രായമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ശാരിക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഞാൻ പൗർണമിയോട് 100% യോജിക്കുന്നു. കാരണം ഈ നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട, നമ്മൾ കാണുന്ന റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ കാണുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ, എനിക്ക് തോന്നുന്നു നിക്കി വ്ളോഗ്സോ അങ്ങനെയൊക്കെ കുറെ നിക് വ്ളോഗ്സ്, വയനാടൻ ഫാമിലി, മല്ലു ഫാമിലി, ഇങ്ങനെ കുറേ അധികം ആൾക്കാർ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട, ഒരുപാട് ലാക്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ. അവിടുത്തെ എങ്ങനെയാണ് ഇവർക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്? ഇവർ ഇവരുടെ ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള വ്ളോഗുകൾ, പാചകം, ആൾക്കാർക്ക് പ്രയോജനപ്രദമായ സയന്റിഫിക് കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും ഒരു എന്റർടൈൻമെന്റ്, ഒരു സന്തോഷം അവരെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആദ്യമൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുന്നു, പിന്നീട് നമ്മൾ ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കോ ഒക്കെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് പുറത്തൊന്ന് കടക്കാൻ ഇച്ചിരി പാടാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ ക്രിയേറ്റേഴ്സിന്റെ പ്രോഗ്രാംസ് ഇഷ്ടപ്പെടുന്നു, ആ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ ഇച്ചിരി പാട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ദിവസം 24 hour ഇരുന്നാലും നമ്മൾ മനസ്സ് വെച്ച് ഇറങ്ങിയതല്ലാതെ ഒരിക്കലും നമ്മൾ അവിടെ അങ്ങനെ പ്രതിമ പോലെ ഇരുന്ന് പോകും. ഭക്ഷണവും കുടിക്കാതെ, വെള്ളവും കുടിക്കാതെ ഒക്കെ നമ്മൾ അവിടെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു എഫക്റ്റ് കൊണ്ടാണ് ഇന്ന് ഇൻഫ്ലുവൻസേഴ്സ് ഇത്രയധികം മാർക്കറ്റ്. പക്ഷേ അത് ശരിക്കും നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന, അവർക്ക് പോക്കറ്റിലോട്ട് കാശ് വീഴും. അതൊരു വല്ലാത്ത സെൽഫിഷ്നെസ് അല്ലേ? ശരിയാണ്, നമുക്ക് എല്ലാവർക്കും പൈസ വേണം. പക്ഷേ മോശം പരിപാടികൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അത് ജനങ്ങളെ വഴിതിരിക്കുക. പ്രത്യേകിച്ചും ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഒരു പയ്യൻ, അവനും ചാനലുള്ളതാണ്. അവൻ്റെ അഭിനയം എനിക്ക് ഇഷ്ടമാണ്. അവൻ കാണാൻ വലിയ ഗുമ്പൊന്നും പറയാനില്ല, പക്ഷെ അവൻ പ്രത്യേക ഒരു നിഷ്കളങ്കത്തുള്ളൊരു പയ്യൻ. അവൻ്റെ ഒരു പരസ്യം പൗർണമിയും കണ്ടു കാണും. അമ്മ എന്തോ സാധനം മേടിക്കാൻ പോകുന്നു, ഇവൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തലയാട്ടി കളിക്കുന്നു. എന്തുവാ? ലൂഡോ ഗെയിം കളിക്കുക. ആ ശരി മോനെ, ഇനി പണിക്കൊന്നും പോകാതെ ലൂഡോ ഗെയിം കളിച്ചോളൂ എന്ന് പറയുമ്പോൾ മൂത്ത മോൻ കഷ്ടപ്പെട്ടോ എന്തോ പണിയെടുക്കാൻ പോകുന്നു, ഇവൻ ലൂഡോ ഗെയിം കളിച്ച് കാശുണ്ടാക്കുന്നു. പക്ഷേ ഞാനത് കളിച്ച് നോക്കിയത് പറഞ്ഞു, ഇവൻ്റെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ കളിച്ച് നോക്കി, ഉള്ളത് ഞാൻ പറയാമല്ലോ. കളിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഈ ലൂഡോ ഗെയിംസിൽ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 10 രൂപ അവരതിനകത്ത് ഇട്ടിരിക്കും, ഓൾറെഡി നമുക്ക് തരും. ആ 10 രൂപ വെച്ച് നമുക്ക് കളിക്കാം. ചിലപ്പോൾ നമ്മൾ അവർ തരുന്ന പൈസയ്ക്ക് കളിക്കുന്നുണ്ട്, നമ്മൾ ജയിച്ച് കയറും. ജയിക്കുമ്പോൾ ഇവർ തരുന്ന പൈസ ഞാൻ 1.25 രൂപ അല്ലെങ്കിൽ 1 രൂപ. ഇവർ പറയുമ്പോൾ പൈസയാണ് 0.25, 25 പൈസ. നമ്മുടെ നാട്ടിൽ 25 പൈസ നിരോധിച്ചിട്ട് കാലങ്ങളായി, നമുക്ക് കിട്ടാനില്ല 25 50 തോന്നും. അപ്പോൾ ആ നമ്മളോട് 25 പൈസക്കാണ് നമ്മൾ ഈ വൃത്തികെട്ട കളി ഇരുന്നത്. നമ്മുടെ സമയം എന്തോരം സമയം പോകുന്നു എന്നാണോ? ഞാനത് കളിച്ചു, എൻ്റെ 8 രൂപയും പോയി. 10 രൂപ അവർ തന്നായത് കൊണ്ട് വലിയ വിഷയമില്ലായിരുന്നു.
1 രൂപ എനിക്ക് കിട്ടി, 1.25 രൂപയ്ക്ക് ഞാൻ ജയിച്ചു. അപ്പൊ ഞാൻ സത്യത്തിൽ എനിക്ക് ചെറുങ്ങനെ ചവിട്ടാനാ തോന്നിയത്. എടാ ഇവനെ ഒന്ന് നോക്കാനും പറയാനും ഇവനെ ഒന്ന് നിയന്ത്രിക്കാനും ആളില്ല. കാരണം അവന്റെ നിഷ്കളങ്കത്തെ മുഖവും ഗെയിം കളിക്കാമെന്ന് കാണുമ്പോൾ നമുക്കത് പരസ്യമായിട്ട് തോന്നുന്നില്ല. ഈ ഗില്ലാടിയായ ഞാൻ തന്നെ വീണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ പൗർണമി, പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ. തീർച്ചയായും വീഴും. കാരണം വിശ്വസിക്കുന്നവരാണല്ലോ കൂടുതലും. അതെ, ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇവര് സമീപിക്കുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പം യൂട്യൂബ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഇടാനും ഇപ്പൊ പറ്റുന്നില്ല. അപ്പോൾ ഈ യൂട്യൂബിലെ വ്യൂവേഴ്സിനെ തന്നെയാണ് അധികം വ്യൂവേഴ്സും ഇപ്പം ചേക്കേറിയിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം റീൽസിലോട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട്, അതായത് ഈ നമ്മൾ ആ വീഡിയോയിൽ കണ്ടല്ലോ ലിങ്ക് ഇൻ ബയോ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് അവർ കൊണ്ടുപോയിക്കോളൂ ആ വഴിയെല്ലാം, നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇതിന് ഒരുപാട് നേരത്തെ തന്നെ നിയന്ത്രണം വേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു പിടി വീണിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്കടക്കം അല്ലെങ്കിൽ അവരെ പോലുള്ള മറ്റ് പല ഇൻഫ്ലുവൻസേഴ്സിനും ഉള്ളൊരു വാണിംഗ് ആണ് ഇത്. ശരിക്കും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തോളൂ. ഇപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു ജോലികളിലുള്ളവർ, ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാവാം, ബസ്സിൽ യാത്ര ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ഒരു ടൈം പാസിന് ചിലപ്പോൾ വാർത്തകളായിരുന്നു ഇവർ ഒരു കാലത്ത് കണ്ടിരുന്നതെങ്കിൽ അതിന് പകരം ഒരു എന്റർടൈൻമെന്റ് എന്ന പർപ്പസിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലി വ്ലോഗ്സ് ആണ് കൂടുതൽ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ അവർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റും, അല്ലെ? ആ തലത്തിലേക്ക് നമ്മുടെ ഒരു ജീവിത രീതിയും ശൈലിയും ഒക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഇപ്പൊ യൂട്യൂബ് പൈസ തരുന്നു, ഫേസ്ബുക്ക് പൈസ തരുന്നു, ഒക്കെ ഇൻകം ആയിക്കോട്ടെ, അതിനൊരു എന്താ പറയാ ശമ്പളം അല്ലെങ്കിൽ ഒരു പൈസ കിട്ടും, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, അതിനകത്ത് ഒരുപാട് ഹാർഡ് വർക്ക് വേണം, അതൊക്കെ അംഗീകരിക്കുകയാണ്. പക്ഷേ അങ്ങനെ കിട്ടുമ്പോഴും കൂടുതൽ പൈസയാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പൈസ കിട്ടുമ്പോൾ ആരാണെങ്കിലും ചെയ്തു പോകും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ സമൂഹത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. അപ്പം ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ വേഗത്തിൽ കാശ് ഉണ്ടാക്കാം, അവന്റെ ഗതികേട് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവനത് ചെയ്യുന്നത്. പക്ഷെ അവൻ ആ ചെയ്യുന്നത് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മണിക്കൂറുകൾ ഈ വെയിലത്ത് കിടന്നുണ്ടാക്കുന്ന കാശായിരിക്കും കൊണ്ട് കളയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം നമ്മൾ സിനിമകളിൽ സെൻസർ ചെയ്യണം അല്ലെങ്കിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത്തരത്തിൽ തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു സാമൂഹികമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്. ഞാൻ പൂർണ്ണമായിട്ടും അതുകൊണ്ട് യോജിക്കുക തന്നെയാണ്. ഇപ്പം വളരെ കുറഞ്ഞ അളവിലുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളുടെ അക്കൗണ്ടുകൾ മാത്രമേ നിലവിൽ മരവിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അക്കൗണ്ടുകൾ പോവാൻ ഇനിയും സാധ്യതയുണ്ട്. അതെ, കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ അല്ല. വളരെ പെട്ടെന്നാണ് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ ഇവർ പടർത്തിയ ആ ഒരു ആർജവം. അത് ആർക്കും ചാനൽ തുടങ്ങാം, അതൊരു ഇൻകമായിട്ട്, അതൊരു നമുക്ക് വേറൊരു പണിക്കൊന്നും പോകാതെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, അത് എന്തും പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, എന്തും അത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കയറുക. ഇവൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച് ഒരു 10 100 സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ ഒരു സ്റ്റാർഡം നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് പകരം ഒരൊറ്റ വീഡിയോ മില്യൺ അടിച്ചാൽ മതി, ഒരൊറ്റ ഇൻസ്റ്റാഗ്രാം റീലോ അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോ മില്യൺ അടിച്ചാൽ പിന്നെ അവൻ സ്റ്റാറായി. പിന്നെ അത് നിലർത്തുക എന്നുള്ളത് അത്രപ്പാടാണ്. പിന്നെ അതിനകത്ത് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻകമാണ്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന് പൈസ കിട്ടുക, ചിലവർക്ക് മാസം 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ സമ്പാദിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. മാസം എങ്ങനെ വന്നാലും അത്യാവശ്യം നമ്മൾക്ക് രാജകീയമായി ജീവിക്കാനുള്ള പൈസ യൂട്യൂബ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടാതെയാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഈ ആപ്പുകൾ, ഇങ്ങനെ പൈസ തട്ടുന്ന ആപ്പുകളാണ് ഇത് കൂടുതലും ഉള്ളത്. പൈസ ആൾക്കാരെ തട്ടിക്കുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഓഫർ, ഇപ്പം ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, പൗർണമി ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, പൗർണമിയുടെ വന്നിട്ട് 40 lakhs നിനക്ക് തരാം. സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ ജനങ്ങൾ കേൾക്കും. അപ്പൊ എഗ്രി ചെയ്യും. സോടാ 40 ലക്ഷം എന്നാവും, ചില്ലറ കളിയോ? 40 ലക്ഷത്തിന് എഗ്രി ചെയ്താൽ അവനെന്ത് നഷ്ടം? അവനൊരു 10 അല്ലെങ്കിൽ 12 കൂടി 1-2 മിനിറ്റുള്ള ഒരു വീഡിയോ അവൻ ചെയ്യുന്നു. അവൻ വളരെ ഹാപ്പി ആയിട്ട് പറയുന്നു എന്റെ ജീവിതം മാറ്റി. ശരിയാണ്, ആ പരസ്യം അവന്റെ ജീവിതം മാറ്റിമറിക്കുന്നു, സത്യസന്ധമുണ്ട്. പക്ഷേ അത് കാണുന്ന ആൾക്കാർ ഇത് വെച്ച് ഇതൊരു ഈ മയക്കുമരുന്നിനേക്കാളും കിക്ക് തരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഗെയിമിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ചൂതാട്ടത്തിൽ തൊലഞ്ഞ ഒരുപാട് ആൾക്കാരുടെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവൻ രാജാക്കന്മാർ പോലും ചൂതാട്ടത്തിൽ തോൽക്കുന്നതിന് കാരണം അതിനൊരു ലഹരിയുണ്ട്. ആ ലഹരിയിൽ നമ്മൾ 1 രൂപ വയ്ക്കുന്നു, 2 രൂപ കിട്ടുന്നു, 2 വെച്ച് 4 കിട്ടുന്നു, 4 കിട്ടിയെങ്കിൽ 8 കിട്ടുന്നു, 8 കിട്ടി കഴിഞ്ഞാൽ പിന്നെ 16. അവിടെയാണ് കളി മാറുന്നത്. 16 ആയി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ പൈസ പോയി തുടങ്ങും. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അടുത്ത കളിയിൽ കയറാം, ഈ 16 മാറ്റി നമുക്ക് 22 ആക്കാം, അല്ലെങ്കിൽ ഈ 16 മാറ്റി നമുക്ക് 35 ആക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ലഹരി തുടങ്ങുന്നത്. ആ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ നല്ല പവർ തന്നെ വേണം. നമ്മൾ നാശത്തിലേ ഇത് അവസാനിക്കത്തുള്ളൂ. അങ്ങനെ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ പൈസ പോയി തുടങ്ങിയ
ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു പൂട്ട് ഈ സോഷ്യൽ മീഡിയക്കാര് ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഇട്ട് കൊടുത്തത്. അത് വളരെ നന്നായി. പൗർണമി പറയുന്ന പോലെ തന്നെ വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. മേറ്റ, അതായത് ഫേസ്ബുക്കിന്റെ ആൾക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാംബ്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്താൽ ഞങ്ങളത് ചാനൽ തന്നെ എടുത്തു കളയും. ചാനൽ എടുത്തു കളഞ്ഞു അവര്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വരുമാനം, നിങ്ങൾക്ക് കഴിവുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ, ആവശ്യത്തിനൊന്നും ഒരിക്കലും നമുക്ക് യൂട്യൂബിനെ പറയാൻ പറ്റില്ല, കാരണം ആവശ്യത്തിൽ കൂടുതൽ വരുമാനം. മിക്ക നോക്കൂ, നമ്മൾ ഫേമസ് ആയി നിൽക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ബെൻസ് കാറ് അല്ലെങ്കിൽ മിനി കൂപ്പർ, വെറും കുറഞ്ഞ കാലയളവ് കൊണ്ട് വലിയ വീടുകൾ, കോടികൾ, 3 കോടിയുടെ 2 കോടിയുടെ വീടുകളൊക്കെയാണ് വെക്കുന്നത്. വെക്കാൻ പറ്റും അവർക്ക്. ബിക്കോസ് യൂട്യൂബിന് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം ട്രില്യൺ ആണെങ്കിൽ അതിന്റെ ഒരു പങ്ക് ഇന്ത്യയിലുള്ള യൂത്ത് കൊണ്ടുപോകുന്നുണ്ട്, എസ്പെഷ്യലി കേരളത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കണക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളുടെ കഴിവ് മാത്രം നമ്മളോട് കാണിച്ചാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുമെന്നുള്ള സ്മാർട്ട് വർക്കാണ് ശരിക്കും. മാത്രമല്ല പൈസയേക്കാൾ കൂടുതൽ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഫെയിമാണ്. അതിവിടെ കിട്ടുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും. കാരണം ഇപ്പൊ ഞാനോ താനോ ഇപ്പൊ പുറത്തിറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചാനലിലെ കൊച്ചല്ലേ, അല്ലെങ്കിൽ താനൊരു ചാനൽ വളരെ, ഇപ്പോൾ താൻ ഇവിടുത്തെ ജേർണലിസ്റ്റ് ആണെങ്കിൽ പോലും തനിക്ക് ഒരു വ്ളോഗ് ചാനൽ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു പക്ഷേ താൻ ഇവിടെ പറയുന്ന വാർത്തയേക്കാൾ കൂടുതൽ തന്നെ ആൾക്കാർ തിരിച്ചറിയുക, അയ്യോ നമ്മുടെ വ്ളോഗർ കൊച്ചു പൗർണമിയല്ലേ, ഒരു പക്ഷേ അല്ലെങ്കിൽ ആ പേര് പോലും അറിയില്ല. മിക്കവർക്കും ഈ നിക്ക് വ്ളോഗ്സ് അല്ലെങ്കിൽ ഈ മല്ലു ട്രാവലർ അല്ലെങ്കിൽ മല്ലു ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നവരുടെ പേരൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ അവരെ കാണാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്തും നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇനി ഈ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കാലമാണിപ്പോൾ. ഏകദേശം 90% ഡിജിറ്റൽ മാധ്യമങ്ങൾ അതിനെ മൊത്തത്തിലെടുത്തിരിക്കുകയാണ്. സാറ്റലൈറ്റ് ചാനലുകൾ അങ്ങനെ ആരും കുത്തിരുന്ന് കാണാറില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസസ് എപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിനാണ്. സോ ആ ഇൻഫ്ലുവൻസിൽ നമ്മൾ വീണ് പോകാതെ ഇങ്ങനെയുള്ള, അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ മാത്രം കുറ്റമല്ല, കാശ് മേടിച്ച് ഇങ്ങനെ ഒരു തരംതാണ പ്രവൃത്തികൾ ചെയ്യാൻ മനസ്സ് കാണിച്ച ഇൻഫ്ലുവൻസേഴ്സ്, ദയവ് ചെയ്ത് 8ന്റെ പണി മേടിച്ച ഇൻഫ്ലുവൻസേഴ്സ് ഇനിയെങ്കിലും പുതിയ ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ അവസാനിപ്പിക്കുക. ചാനലിനെയും തുടങ്ങാം, കഴിവുകൾക്ക് പെട്ടെന്ന് കയറാം. അതൊക്കെ ഓരോരുത്തരുടെ ലക്കും ഓരോരുത്തരുടെ കഴിവും പോലിരിക്കും. സോ അതിലൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ, മയക്കുമരുന്നിനും മദ്യത്തിനും അഡിക്റ്റായി സമൂഹം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങളും ആ കൂട്ടത്തിൽ പങ്കുചേരരുത്.